ഹലോ, നമസ്കാരം. ഭയഭക്തി ബഹുമാനം ഭ ഭ ഭ തുടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ആരും ലോജിക് ഒന്നും പ്രതീക്ഷിച്ച വഴിക്ക് പോരുത് പ്ലീസ്. ഐ റിപ്പീറ്റ് ലോജിക് ഒന്നും പ്രതീക്ഷിച്ച വഴിക്ക് പോരുത്. ഇതിപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഓൾറെഡി എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് ഇത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണല്ലോ അവര് ഈ സിനിമേനെ പ്രൊമോട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇറക്കിയതൊക്കെ. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, ഒരു സൂചനയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് ഈ പരിപാടിയെ കുറിച്ചിട്ട് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുക. അതായത് മനസ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ലോജിക് എന്നുള്ളൊരു ചിന്ത ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്തേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോജിക്ക് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കാവാനുള്ള സാധ്യത തീരെയില്ല എന്ന് മാത്രമല്ല, നിരാശപ്പെടും, നിങ്ങൾ വല്ലാതെ നിരാശരാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് ഞാൻ ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞതെന്ന് മാത്രം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, എൻ്റെ അഭിപ്രായത്തിലേക്ക് കിടക്കാം. എടുത്ത് ആദ്യം തന്നെ പറയാൻ തോന്നുന്ന ഒറ്റ പേര്, ഓജി മോഹൻ ലാൽ. മോനെ, അത് ഞാൻ പറയും. ആദ്യം തന്നെ ഞാൻ പുള്ളിയുടെ പേരെടുത്ത് പറയും. ഏജാതി മനുഷ്യനോട് ഏജാതി മനുഷ്യനാണ് ആ ചങ്ങാതി. ആ ചങ്ങാതി സ്ക്രീനിൽ വന്ന സമയത്ത് കിട്ടിയൊരു കിക്കുണ്ട്, തണ്ടപ്പ് ഉണ്ടായ ഒരു എനർജി ഉണ്ട്, ഗൂസ് ബംസ്, ത്രില്ല്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് അയാളുടെ റേഞ്ചാണ് പോകുന്നത്. അയാളുടെ റേഞ്ചാണ് ഇത്രയും നാള് ചെയ്തു വെച്ച സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് എത്രത്തോളം അയാൾ കയറിയിട്ടുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ അയാൾ ഇത് ദിലീപേട്ടൻ പടമാണ്, പക്ഷെ അതിൻ്റെ അകത്ത് എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിട്ട് പുള്ളിനെ കാണുമ്പോൾ നമുക്ക് കിട്ടണത് ലാലേട്ടൻ എന്നുള്ളൊരു സാധനം കിട്ടുകയാണ്. മാൻ, രോമം കടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അത് അയാളോടുള്ളൊരു സ്നേഹവും അല്ലെങ്കിൽ അയാളെന്ന് പറഞ്ഞ ഓറ, മനസ്സിലായില്ലേ? അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാധനം കൊണ്ട് കിട്ടുന്ന ഒരു സാധനമാണ് ലാലേട്ടനെ. അത് പറയാതെ പറ്റില്ല. ഇതിൻ്റെ അകത്ത് മറ്റേ ഒരു ഡാൻസ് നമ്പർ ഉണ്ട്. എനിക്ക് അതിൻ്റെ ലിറിക്സ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, തുറന്നു പറയാം. എനിക്ക് അതിൻ്റെ ലിറിക്സ് തീരെ പറ്റിയിട്ടില്ല. ശരിക്കും ദിലീപേട്ടനെയും ലാലേട്ടനെയൊക്കെ ഒരുമിച്ച് കിട്ടിയിട്ട് ഒരു കിട്ടിലൻ ലിറിക്സിൽ കിട്ടിലൻ പരിപാടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലെവലായേനെ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഡാൻസ് രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. രണ്ടുപേരും അത് ഉഷാറാക്കിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. പാട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവരുടെ പെർഫോമൻസ് വാസ് നൈസ് ആ ഡാൻസിലൊക്കെ. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ കാര്യം എടുത്തു പറയാനാണെങ്കിൽ എവ്രിത്തിങ്, ഇതിൻ്റെ അകത്ത് എവ്രിത്തിങ് അങ്ങേരെ കാണിക്കുന്ന സാധനങ്ങൾ മൊത്തം പോയായിരുന്നു. ഒരു ഇത് ഇപ്പോൾ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ മമ്മൂക്കൊക്കെ ക്യാമിയോ വന്നു. അത് മമ്മൂക്ക പടമായിട്ട് മാറുന്ന അവസ്ഥയും. അതേപോലെ ഇതിൻ്റെ അകത്താണെങ്കിലും ഇത് ദിലീപേട്ടൻ പടമാണ്, ഓഫ് കോഴ്സ് ഹീസ് ദർ. ബട്ട് ലാലേട്ടൻ വരുന്ന സമയത്ത് അതൊരു ലാലേട്ടൻ്റെയും കൂടിയും പടമായിട്ട് മാറുക, എക്സ്റ്റൻഡഡ് സെറ്റപ്പ്. അപ്പോൾ പുള്ളിയെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഒരു കിക്ക് നമുക്ക് അങ്ങോട്ട് കിട്ടുക എന്ന് പറയില്ലേ, അത് പൊളിയാണെന്നേ. അത് ഇതെടുത്ത് എത്രത്തോളം സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ലാലേട്ടനെ സ്ക്രീനിൽ കണ്ടപ്പോൾ കിട്ടിയോ അത്രയും അത് ആ ഫീലിങ്സ് കംപ്ലീറ്റ്ലി ഈ ഒപ്പീനിയൻ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എൻ്റെ സിഗരറ്റൊക്കെ വെച്ചിട്ടുണ്ടോ നടന്നു വരുന്നൊരു സീനൊക്കെ ഉണ്ട്. മറ്റേ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു നടന്നു വരുന്ന സീനൊക്കെ ആക്ച്വലി ഉണ്ട്. മതിയേ, അത് മതി, അത് കണ്ടാൽ മതി. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ക്യാമിയോ, എക്സ്റ്റൻഡ് ക്യാമിയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, കാര്യമായിട്ട് എന്താണ് പറയുക, ലെങ്ത്തും പരിപാടിയൊക്കെ ആക്ച്വലി ഉണ്ട്. അതൊരു പവർ തന്നെയാണ്. ശരിക്കും സെക്കൻഡ് ഹാഫ് എനിക്ക് സത്യം പറയാമല്ലോ, ഫസ്റ്റ് ഹാഫ് വലിയ കാര്യമായിട്ട് പറ്റിയിട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഫസ്റ്റ് ഹാഫ് എനിക്ക് പറ്റിയിട്ടില്ല.
ഫസ്റ്റ് ഹാഫ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതെനിക്ക് തീരെ എൻഗേജിങ് ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്തേക്ക് ഇന്നാവാൻ പറ്റാത്തൊരു ചെറിയ സാഹചര്യം ആക്ച്വലി ഉണ്ടായിരുന്നു. ആസ് എ പ്രേക്ഷകൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയണേ, ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് എനിക്ക് അങ്ങനെ ഇന്നാവാൻ പറ്റാത്തൊരു അവസ്ഥ ആക്ച്വലി ഉണ്ടായിരുന്നു. അതായത് എൻഗേജ് ആവാൻ പറ്റാത്തൊരു അവസ്ഥ ആക്ച്വലി ഉണ്ടായിരുന്നു. അത് ദിലീപേട്ടൻ്റെ കുറവ് കൊണ്ടൊന്നല്ല കേട്ടോ, അയാൾ നല്ല ആക്ടറാണ്, അയാളുടെ സൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ടർ പെർഫോം ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്താണെങ്കിലും ഓവറോൾ സിനിമയാണെങ്കിലും നമുക്കത് എൻഗേജിങ് ആയിട്ടൊരു പ്രേക്ഷകനെ എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റുക, സിനിമയുടെ അകത്തേക്ക് പോകാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നൊരു സംഗതി ആക്ച്വലി ഉണ്ടല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് എനിക്ക് നല്ല രീതിയിൽ മിസ്സായി. ബട്ട് ചില റെഫറൻസുകളും പരിപാടികളൊക്കെ ഐ എൻജോയ് കേട്ടോ. ഇപ്പോൾ റെഫറൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ ദേവിജിയുടെ സാധനം, പിന്നെ ദിലീപേട്ടൻ്റെ ഒരു സീനുണ്ട്, പുള്ളി വരുന്ന സമയത്ത് അവിടെ പഴുത്തൊലി ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള ആൾ പറയും ഇപ്പം അങ്ങേര് നോക്കിയോ, അത് ട്രോളിംഗ് ആണ്, സെൽഫ് ട്രോളാണ്. അപ്പോൾ ദിലീപേട്ടൻ പറയുന്നുണ്ട് അതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫ് അകത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയാലോ, എനിക്ക് അത്യാവശ്യം സെക്കൻഡ് ഹാഫ് ഓക്കെ ആയി തോന്നി, അതിന് വർക്കായി. എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് വാച്ചാട്ടോ, അതൊരു വൺ ടൈം വാച്ചായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എനിക്ക് വർക്കായി, അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെയാണ് പോയത്. അത് ലാലേട്ടൻ്റെ ഭാഗമുണ്ട്, ലാലേട്ടൻ ദിലീപേട്ടൻ സംഗതികളും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. സോ ആ കോമ്പിനേഷൻ എനിക്ക് വർക്കായിട്ടുണ്ട് ഇവർ തമ്മിലുണ്ട്. ഇവരെ ഒരുമിച്ച് കാണുന്ന സമയത്തൊക്കെ നല്ല രസമാണ്, ആക്ച്വലി വൈബാണ്. ആക്ച്വലി ഐ യൂസ് ദ ടേം വൈബായിട്ട് എനിക്ക് തോന്നി, എൻജോയ് ചെയ്തു. അത് ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഹാഫ് വാസ് നൈസ്. സെക്കൻഡ് ഹാഫ് ഞാൻ വളരെ എൻഗേജിങ് ആയിട്ടാണ് കണ്ടത്. ആൻഡ് അവിടെ ലാലേട്ടനും കൂടി വരുന്ന സമയത്ത് അത് സ്പെഷ്യൽ ആവുകയാണ്. ഇപ്പോൾ ലാലേട്ടൻ ഹേറ്റേഴ്സ് ചിലപ്പോൾ ഇത് സമ്മതിച്ചിരിക്കില്ല, ഇത് പറയുന്ന സമയത്ത് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ബട്ട് ഫാക്ട് പറയണമല്ലോ, റിയാലിറ്റി എന്താണ്, ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടൻ പോർഷൻസ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓവറോൾ ഒരു വൺ ടൈം വാച്ചായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അതിഗംഭീരമായൊരു സിനിമ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് കണ്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയായി പോകും. അങ്ങനെയല്ല, ആസ് എ പ്രേക്ഷകൻ എനിക്കൊരു വൺ ടൈം വാച്ചായിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്കൊരു ആവറേജ് ഫീലാണ് ആക്ച്വലി കിട്ടിയത്. ആവറേജ് ഫീലാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി ഒന്ന് എൻഗേജിങ് ആക്കിയിരുന്നെങ്കിൽ, കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആക്കിയിരുന്നെങ്കിൽ, കുറച്ചും കൂടിയും വർക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് വീക്കായിട്ട് തോന്നി, മനസ്സിലായ. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടി ആയിട്ട് തോന്നിയത്. ഞാൻ വീണ്ടും പറയുന്നു, ദിലീപേട്ടൻ ഡിഡ് ഹിസ് പാർട്ട് വെൽ. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസും പരിപാടികളൊക്കെ നൈസായിരുന്നു. പുള്ളീനെ ഒന്നും ഇതിൻ്റെ അകത്ത് കുറ്റം പറയാനില്ല, ആക്ടേഴ്സിനെ ഇതിൻ്റെ അകത്ത് പറയാനില്ല. ബട്ട് സിനിമ എന്ന രീതി നോക്കുമ്പോൾ എൻഗേജിങ് ഫാക്ടർ ഫസ്റ്റ് ഹാഫിൽ കുറവായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ലാലേട്ടനൊക്കെ വന്ന സമയത്ത് സിനിമയെ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതി അവിടെ, ആ പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻ അതിനും കൂടി വരുന്ന സമയത്ത് അത് വർക്കായ ഒരു സാഹചര്യമായിരുന്നു എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. എന്തായാലും ലാലേട്ടൻ സംഭവം ഉണ്ടാവും. കാരണം അങ്ങേർക്ക് ക്യാമിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടറായിട്ട് പുള്ളിയുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊങ്ങും, മനസ്സിലായ. ആ സിനിമയെ ഒന്ന് ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്ത് ആ സിനിമയെ പൊട്ടേണ്ട സിനിമയെ ഹിറ്റാക്കി വിടും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ താഴെ കൂടെ പോകുന്നൊരു സിനിമയെ ഒന്ന് ലിഫ്റ്റ് ചെയ്തു പുള്ളി. ആ ലിഫ്റ്റ് ചെയ്ത് സക്സസ് ആയി, ഭയങ്കര ഹിറ്റ് എന്നല്ല പറഞ്ഞത്, പക്ഷെ അത് ലിഫ്റ്റ് ചെയ്തതിന് ഒരു വലിയ പങ്ക് പുള്ളിക്ക് ആക്ച്വലി ഉണ്ട്. ആൻഡ് ഒന്നുമില്ലാതെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന സാധനമായിട്ട് എനിക്ക് തോന്നി. ബട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഒരു പ്രസൻസും പിന്നെ ഇവരുടെ കോമ്പിനേഷനും പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടിയും രസകരമായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് പോയത് വാസ് നൈസ്. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാണ് എനിക്ക് തോന്നിയൊരു അഭിപ്രായം. എനിക്കിങ്ങനെ റിവ്യൂ പോലെ ഒന്നും പറയാൻ അറിയില്ല മാൻ. ഞാൻ ഒപ്പീനിയനായിട്ടാണ് പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ റോവായിട്ട് പറയുന്നു. ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ദിലീപേട്ടൻ്റെ കംബാക്ക് ആണോ ഇത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഡിഫറെൻറ്റ് വൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നന്നാവട്ടെ, എല്ലാവരും പോയി കാണട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ലോജിക്ക് ഇല്ല, അതായത് തീരെ ലോജിക്ക് എന്നുള്ളൊരു സംഗതിയെ കുറിച്ചിട്ട് ചിന്തയില്ലാതെ അങ്ങനെ ലോജിക്കില്ലാത്തൊരു സാധനമാണെന്നൊക്കെ അറിയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ട് തിരിയാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ കണ്ടു നോക്ക്, ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത്രേ പറയാനുള്ളൂ. സോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. ലാലേട്ടനും ഉണ്ട്, കാണുക. ദിലീപേട്ടനും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഭയങ്കര ഹെയ്റ്റ് ആണല്ലോ അതിൽ. നമ്മൾ സിനിമയായിട്ടാണ് കേട്ടോ പോയി കാണുന്നത്, അല്ലാതെ നമ്മളെല്ലാം കൂടി ഇതിലേക്ക് വലിച്ചഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സിനിമ. ദിലീപ് ഈസ് ദർ, മോഹൻലാൽ ഓൾസോ ദർ, ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഐറ്റം ഇതിൻ്റെ അകത്തുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത്. അതൊരു നീണ്ട ഡയലോഗ് മൂപ്പരുടെ മറ്റേ തടീനെ കുറിച്ചിട്ടും ഫുഡിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ്. അത് നല്ലൊരു സാധനമായിരുന്നു കേട്ടോ. അതൊരു കിടിലൻ ഗംഭീര സാധനമായിരുന്നു. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അത് പൊളി സാധനം. അപ്പം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിൽ കേട്ടിട്ടുണ്ട്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ എന്ന് പറയുന്നത് രാമലീല പോലത്തെ ഒരു സിനിമ. ഈ അടുത്ത കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന സിനിമ രാമലീലയാണ്. ഗംഭീര സിനിമയായിരുന്നു. അത് സച്ചി ചേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. അത് കിടിലൻ സ്ക്രിപ്റ്റായിരുന്നില്ലേ? അപ്പോൾ കിടിലൻ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടൊരു പൊളിറ്റിക്കൽ എന്താ പറയുക ജോണറിൽ വരുന്ന സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ വേണം കിടിലനായിട്ട് അവിടെ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഇനി ഞാൻ പുള്ളിയുടെ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകളൊക്കെയാണ്. അത് പുള്ളി അഭിനയിച്ചാൽ മാത്രം പോരല്ലോ, അവിടെ നല്ലൊരു സ്ക്രിപ്റ്റും കൂടി പുള്ളിക്ക് കിട്ടുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സോ അത് സംഭവിക്കട്ടെ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ.